celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ബെൽവുഡിലുള്ള മാർത്തോമാ സ്ലീഹ കത്തീഡ്രലിൽ ഭാരത അപ്പോസ്തലനും ഇടവക മധ്യസ്ഥനുമായ വിശുദ്ധ തോമാസ് സ്ലീഹയുടെ ദുഃഖാന തിരുനാൾ ജൂൺ 30 കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് സമുചിതവും വർണ്ണാഭവുമായി കൊണ്ടാടി. ജൂലൈ 3 നടന്ന ഇംഗ്ലീഷ് തിരുനാൾ റാസയ്ക്ക് രൂപതയിലെ യുവ വൈദികരായ ഫാദർ ജോയൽ പയസ്, ഫാദർ ജോർജ് പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 4 മലയാളത്തിലുള്ള തിരുനാൾ റാസ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ജൂലൈ 5 വെള്ളിയാഴ്ച രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം മനോഹരമായ സീറോ മലബാർ നൈറ്റ് അരങ്ങേറി. കൾച്ചറൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ വൈവിധ്യമാർന്ന ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ നാനാവശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച പരിപാടി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് നടന്ന എല്ലാ കലാപരിപാടികളും ഹൃദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. ജൂലൈ 6 ശനിയാഴ്ച വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം പ്രസിദ്ധേന്തി നൈറ്റ് നടത്തപ്പെട്ടു. പരിപാടിയിലെ ആദ്യ ഇനമായ സംഗീത സന്ധ്യ മികച്ചതായി. പ്രമുഖ സംഗീത സംവിധായകനും രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന്റെ സഹപാഠിയുമായ ഔസേപ്പച്ചന്റെ നേതൃത്വത്തിൽ 300-ൽ പരം ഗായകർ അണിനിരന്ന ഈ സംഗീത സന്ധ്യ ഇടവകയ്ക്ക് പുതിയൊരു ശ്രവണ മധുരമായ അനുഭവമായി. അമേരിക്കയിൽ ആദ്യമായി മാതാവിന്റെ 33 പ്രത്യക്ഷകിരണങ്ങളുടെ അവതരണം നടത്തിയത് വലിയൊരു വിശ്വാസാനുഭവമായി മാറി. ഇന്നും തുടരുന്ന വെറോണിക്കയുടെ വിശ്വാസാനുഭവത്തിന്റെ അവതരണം വിജയമായി. വിശുദ്ധ തോമാസ് സ്ലീഹയുടെ ഭാരത പ്രവേശനവും വിശ്വാസ കൈമാറ്റവും കുടുംബങ്ങളിലെ വിശ്വാസ വളർച്ചയും യുവജനങ്ങളിലുള്ള പ്രതീക്ഷയും പുതുമയുള്ള അവതരണ വിഷയങ്ങളായി. നിറങ്ങളുടെ ലോകത്തിലേക്കുള്ള യാത്രയായിരുന്നു ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ജൂലൈ 7 ഞായറാഴ്ച ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പട്ടണ പ്രദക്ഷിണം നടന്നു. പരമ്പരാഗത ശൈലിയിൽ തനി കേരള തനിമയിൽ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ച് ചെണ്ടമേളങ്ങളുടെയും കൊടിതോരണങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയായിരുന്നു പട്ടണ പ്രദക്ഷിണം. ഇടവക ഒരു കുടുംബം എന്ന ആശയം മുൻനിർത്തി നടത്തിയ ഈ തിരുനാളിന് നേതൃത്വം കൊടുത്തത് ഇടവകയിലെ വനിതകളായിരുന്നു. ബീന വള്ളിക്കളം, നിഷ മാണി, റോസ് വടകര, ലത കൂള, സുജിമോൾ ചിറയിൽ, ആൻ വടക്കുംചേരി, അലീഷ ജോർജ് എന്നിവരായിരുന്നു തിരുനാൾ കോർഡിനേറ്റർമാർ. 100 വോളണ്ടിയർമാർ ആഴ്ചകൾ രാവും പകലും ഒന്നിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിച്ചതിന്റെ ഫലമായിരുന്നു തിരുനാളിന്റെ വിജയം. 1000-ഓളം കലാകാരന്മാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശീലനങ്ങളും അവർക്ക് നേതൃത്വം കൊടുത്ത ഏവരുടെയും അക്ഷീണമായ പരിശ്രമങ്ങളും അവതരണത്തിന് മോടിക്കൂട്ടി. പ്രദക്ഷിണത്തിന് ശേഷം കത്തീഡ്രലിൽ തന്നെ കിച്ചൺ ഡോൺസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്നേഹവിരുന്ന് 5000-ഓളം വിശ്വാസികൾക്ക് നൽകാനായത് ഏറെ സന്തോഷം നൽകിയ ഒന്നായിരുന്നു. തുടർന്ന് കരിമരുന്ന് പ്രകടനവും നടന്നു. ഭക്തി ആദരപൂർവ്വം നടന്ന ഈ തിരുനാൾ ഇന്ത്യക്ക് പുറത്തെ സീറോ മലബാർ സമൂഹത്തിന്റെ വിശ്വാസ പിന്തുടർച്ചയുടെ പ്രതീക്ഷയായി മാറി. കൈക്കാരന്മാരായ ബിജി സി മാണി, സന്തോഷ് കാട്ടൂക്കാരൻ, വിവിഷ് ജേക്കബ്, ബോബി ചിറയിൽ, ഡേവിഡ് ജോസഫ്, ഷാരൺ തോമസ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ കോർഡിനേറ്റർമാർക്കൊപ്പം പ്രവർത്തിച്ചു. തിരുനാളിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഏവർക്കും മാർത്തോമാ സ്ലീഹയുടെ അനുഗ്രഹവും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും ഉണ്ടാവട്ടെയെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി ഇടവക വികാരി ഫാദർ തോമസ് കടുകപ്പള്ളിലും സഹവികാരി ഫാദർ ജോയൽ പയസും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.